കറക്റ്റ് ആയിട്ടാണല്ലോ കാണിച്ചത്. പശു എങ്ങനെയാ കരയുന്നത് മോളെ? നമ്മൾ അവിടെ പോയി എത്തുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക് സീറ്റിലിരുന്നേ. വീക്കെൻഡിൽ ഇങ്ങനെ ഫാമിലിയോടെ പുറത്തു പോകുന്നത് രസം തന്നെയാണ് അല്ലേ ഡാർലിംഗ്? സത്യത്തിൽ ജോളി തന്നെയാണ്. അവിടെ റൈഡ് നടത്താം, പിന്നെ സ്വിം ചെയ്യുകയും ചെയ്യാം. ഹൈ ജമ്പും ചെയ്യാം, ലോങ് ജമ്പും ചെയ്യാം. നിങ്ങൾ എന്ത് ജമ്പോ എനിക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്താ മതിയായിരുന്നു. ഓ സോറി ഫ്രണ്ട്സ്, നമ്മളെ മീൻ പിടിക്കും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിന് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ജീവനാണ്, അറിയോ? ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എപ്പോഴും നമ്മൾ അവിടേക്ക് നമ്മൾ പോകുന്ന സ്ഥലം വളരെ മനോഹരമായിരിക്കും. എല്ലാവർക്കും അത് കാണാൻ ആകാംക്ഷയുണ്ട്. നിങ്ങളുടെ സന്തോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ക്ലൈമറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡ് നല്ല ത്രില്ലിംഗ് ആയിരിക്കും. മഴ പെയ്യുന്നു എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഈ മഴ നാളെ അവസാനിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ മിന്നലിന്റെ ഇടിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയായില്ല, വളരെ രസകരമായിട്ടാ തോന്നുന്നത്. ഒരു ലേസർ ലൈറ്റ് ഷോ കാണുന്നത് പോലെ ഉണ്ട്. പേടിച്ചു പോയി. അബദ്ധമായി പോയി ഞാൻ പറഞ്ഞത്. വല്ലാത്ത ഇടിയും മിന്നൽ തന്നെയാണേ. പക്ഷെ എന്റെ സഹോദരൻ ജോർജ് ഇതൊന്നും കണ്ട് പേടിക്കുന്നവനേ അല്ല. ശരിയാണ്, ഇതൊരു സാധാരണ മിന്നലല്ലേ. എനിക്കിതൊന്നും പേടിയായില്ല. ഓ, മാർത്ത ശബ്ദമായിരുന്നോ? നമ്മളെ എല്ലാവരും പേടിപ്പിച്ചു കളഞ്ഞല്ലോ മാർത്ത നീ. ഇതാണ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരരുതെന്ന് പറയുന്നത്. നമ്മൾ എത്താറായോ ഇല്ലേ? അതേ സംശയം തന്നെയാണ് എനിക്കും. എന്തെന്നാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്കുള്ള സിമ്പിൾ ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇത് കഷ്ടം തന്നെയാണ്. നമ്മൾ ഇതുവരെ വന്നോണ്ടിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് മാത്രമല്ല, വലിയൊരു മലയുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ പാറകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ, മറ്റൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി എല്ലാവർക്കും ആഹാരം കഴിക്കാം. കാണുന്നില്ലേ, അത് തന്നെയായിരിക്കും. ഓ, എത്തിയോ? നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ടല്ലേ? പാഴടഞ്ഞ ഒരു ബംഗ്ലാവ് പോലെ തോന്നുന്നു. നോക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രേതം ഭൂതം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ? എനിക്കത് നന്നായിട്ട് അറിയാലോ. അല്ല, മഴ തകർക്കുകയാണല്ലോ. ഞാൻ വരുന്നില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നീ അകത്ത് വരുന്നില്ല സ്നോബൽ? അതല്ലേ പറഞ്ഞത്, മലയാളം മനസ്സിലാവില്ലെന്നുണ്ടോ? പുറത്തെ മഴ കണ്ടാൽ എനിക്ക് ഇന്ന് ആഹാരം കിട്ടില്ല എന്ന് തോന്നുന്നു. അയ്യോ, ഞാനിതാ പോകുന്നേ. കൊള്ളാലോ. ആരാ ഇത് ഡെക്കറേറ്റ് ചെയ്തത്? വല്ല പ്രേതവും ആയിരിക്കോ? എന്തിനാ ബഹളം വയ്ക്കുന്നേ? കഥ കടഞ്ഞതല്ലേ. കാറ്റടിച്ചാൽ ഏത് കഥകും അടയും. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ഏയ്, അത് മിയാവ്. പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടരുത്, അറിയോ? ഞാനാണ് ഈ കെട്ടിടത്തിന്റെ ഹൗസ് കീപ്പർ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഈ വീട് വളരെ... അമ്മാവ, ദയവായി ഇവരോട് പറയൂ, പെറ്റ്സിനെ എല്ലാം അലോ ചെയ്യില്ല എന്ന്. നിങ്ങളുടെ റിസർവേഷൻ കൺഫേം ആയോ നോക്കട്ടെ? അപ്പൊ കൺഫേം ആയില്ലേ? പോവാ. ഓക്കെ, നിങ്ങളുടെ റിസർവേഷൻ കൺഫേം ആയിട്ടുണ്ട്. നിങ്ങൾക്കൂടെ താമസിക്കാം. അത് ശരി. ഇവിടെ ഇപ്പോ മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടോ സർ? ഇപ്പൊ ആരും താമസമില്ല. അത് സാരമില്ല. എന്റെ റിലേറ്റീവ് ഒരു ക്രഞ്ച് ഇവിടെ വന്നിരിക്കുമല്ലോ. പക്ഷെ സാധാരണ അദ്ദേഹം എപ്പോഴും ലേറ്റായിട്ടേ വരുള്ളൂ. കാരണം പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ പുള്ളി ഗിന്നസ് റെക്കോർഡാണേ. അതൊരു സത്യം. കൊള്ളാം, നല്ല തമാശ ആയിട്ടുണ്ട്. സാർ ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഇതാ, ഇവിടെ സൈൻ ചെയ്യൂ. ഇവിടെല്ലാം കാണുമ്പോ ഒരല്പം പേടി തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ജോലി ഉണ്ടാക്കി വെക്കൊന്നു സാര. പ്രേതത്തെ കണ്ടുപിടിക്കുന്ന ജോലിയാണോ? ഇതാ നോക്കൂ, അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നെ വിശ്വസിക്കൂ. പിന്നെ ഹൗസ് കീപ്പർക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടമാണെന്ന് തോന്നില്ല കേട്ടോ. കുട്ടികളെ, നിങ്ങൾ എല്ലാരും മേളിലേക്ക് വന്നേ. പറഞ്ഞു തെറ്റിന് അങ്കിളിനോട് മാപ്പ് പറയൂ. സോറി ഹൗസ് കീപ്പർ അങ്കിൾ. അതൊന്നും സാരമില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ പറഞ്ഞതിന് ചില സത്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഇവിടെ പ്രേതബാധയുണ്ടെന്നാ പറയപ്പെടുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹമില്ലേ, ഇദ്ദേഹമായിരുന്നു ഈ ഹോട്ടലിന്റെ മുതലാളി. മാത്രവുമല്ല, ഇദ്ദേഹം ഒരു മാനസിക രോഗി കൂടിയായിരുന്നു. ചില ആൾക്കാർ പറയുന്നത് ഇദ്ദേഹം ഈ ഹോട്ടലിന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ്. ഇവിടെ താമസത്തിന് വരുന്നവരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഒന്നാം തരം കഥയാണ്. അതെ, ഭയങ്കര കഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ വേണം കുഞ്ഞുങ്ങളെ. ഇതൊരു കഥയായിട്ടേ വിചാരിക്കാവൂ. കുഴപ്പമില്ലല്ലോ. ഈ സ്ഥലം നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ മനോഹരമാണ്. ശരിയാ ഡാർലിംഗ്. നിങ്ങളുടെ ബെഡ്റൂം ഇതാണ് സാർ.
കുഞ്ഞുങ്ങളുടെ ബെഡ്റൂം ദാ ഇവിടെയാണ് സാർ. സൂപ്പർ. ഇതാണോ നമ്മുടെ റൂം? ഇവന്റെ റൂമോ? അപ്പൊ എനിക്ക് ശരി, ഞാൻ ഇവിടെ കിടന്നോളാം. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ ഇവിടെ എത്താം. ഇപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ സാർ. വെരി ഗുഡ് സ്വീറ്റി, അങ്ങനെ തന്നെയാണ്. അനിമൽസിനെ പറ്റി നമ്മുടെ സ്വീറ്റിക്ക് മനസ്സിലാക്കാൻ ഈ ബുക്ക് വളരെ പ്രയോജനം ചെയ്യും. ഹലോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഏതോ ഒരുത്ത എന്നെ ഇതിനകത്താക്കി അടച്ചിരിക്കുകയാണ്. ദയവായി ഒന്ന് തുറക്കൂ, എനിക്ക് പേടിയാകുന്നു. ഒറ്റയ്ക്കിരിക്കുന്നതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ദയവായി തുറക്കൂ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യേ. വിശക്കുന്നേ. ആ, ഇങ്ങനൊരു വഴിയുണ്ടോ? ജോർജ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ നാട്ടിലായിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയുള്ള റൂമിൽ നമുക്ക് സ്റ്റുവർട്ട്, നീ എവിടെയാണ്? ഇവിടെ ഉണ്ട്, ഇവിടെ. നീ എന്നെ കാണാതെ പേടിച്ചു പോയല്ലേ? ജോർജ്, അമ്മേ. സ്റ്റുവർട്ട്, നിങ്ങൾ രണ്ടുപേരും നമ്മുടെ സ്നോബലിനെ കണ്ടായിരുന്നോ? സ്നോബൽ ഇതിനിടയ്ക്ക് എങ്ങോട്ടാണ് പോയത്? ഞങ്ങള് പോയി അന്വേഷിക്കട്ടെ? തന്നെ അന്വേഷിക്കണോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞങ്ങളുടെ സംശയങ്ങളും ഒന്ന് തീർക്കാലോ. ഓൾ റൈറ്റ്, പോയി നോക്കിട്ട് വരൂ. പക്ഷെ നിങ്ങൾ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തണം. പിന്നെ നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങളെ വരുത്തരുത്. ഉറങ്ങാനുള്ള സമയമായി അറിയാലോ. യെസ്, കം ഓൺ ജോർജ്. സ്നോബൽ, സ്നോബൽ, നീ എവിടെയാണ്? ആരോ വിളിക്കുന്നുണ്ടല്ലോ. എന്നെ ആയിരിക്കുമോ? സ്റ്റുവേർട്ട് ജോർജ്, ജോർജ് സ്റ്റുവേർട്ട്, സ്റ്റുവേർട്ട് ജോർജ്. ഇങ്ങോട്ട് കടക്കുന്നില്ലല്ലോ. ആരെങ്കിലും പുറകേന്ന് വലിക്കുന്നുണ്ടോ എന്തോ? ഇപ്പൊ മനസ്സിലായി തടി വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന്. റെഡി, 1 2. സ്നോബൽ, സ്നോബൽ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇനി കാറ്റടിക്കുന്നതോ മറ്റോ ആണോ? ശബ്ദമാണെങ്കിലോ? ഒന്നും മിണ്ടാതിരിക്ക് ജോർജ്. ഹൗസ് കീപ്പർ പറഞ്ഞ കഥകൾ നീ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണോ? അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലേ, ഇതൊക്കെ വെറും കെട്ടുകഥയാണെന്ന്. അത് ശരിയാ. പക്ഷേ ശബ്ദം കൂടി വരുവാണല്ലോ സ്റ്റുവർട്ട്. എന്താണത്? ഓ, നീയായിരുന്നോ? അയ്യേ. കണ്ടില്ലേ ജോർജ്, ഇവിടെ ഒരു ഭൂതവും ഇല്ല. എല്ലാം നമ്മുടെ സ്നോബലിന്റെ പണിയാ. അയ്യോ, ഇപ്പോഴും നമ്മൾ പേടിച്ചു പോയല്ലേ? നീ ഇനി ഈ സ്വഭാവം കളഞ്ഞില്ല അല്ലേ? നിനക്കൊരു കാര്യം അറിയാമോ? പ്രേതപ്പടങ്ങൾ ഒരു സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞാൽ പോകണം എന്നർത്ഥം. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ബുക്കില് ഈ പേജ് എന്താ അടച്ചു വെക്കാതിരിക്കുന്നത്? പേജ് അടയ്ക്കാതെ വെച്ചിരിക്കുന്നു. അതെന്താ അങ്ങനെ? വെച്ചാൽ നമ്മൾ മാത്രമല്ല ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളതെന്ന് അർത്ഥം. വേറെ ആരും ഇവിടെ വന്നു പോകുന്നുണ്ട്. CREN. യെസ്, ക്രഞ്ചോ. അപ്പൊ നമ്മുടെ അങ്കിൾ ക്രഞ്ചോ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ ഇവിടെ വന്നിട്ടുണ്ടാവണം. അപ്പൊ പിന്നെ എവിടെ പോയി ക്രഞ്ചോ അങ്കിൾ? അങ്കിൾ ഇവിടെ വന്ന കാര്യം ഹൗസ് കീപ്പർ എന്തുകൊണ്ടാണ് നമ്മളോട് പറയാതിരുന്നത്? അദ്ദേഹത്തിന്റെ പേര് മെട്ടിയിരിക്കുന്നു. ഓ, ഒരുപക്ഷെ ഇതെല്ലാം പ്രേതത്തിന്റെ കളിയാണോ ഇനി? ഇവിടെയും പ്രേതമൊന്നും ഇല്ല എന്റെ ജോർജ്. എനിക്ക് ഉറപ്പാ ഇതിനുള്ള തീർച്ചയായിട്ടും ഒരു വിശദീകരണം ഉണ്ടാവും. നീ നോക്കിക്കോ ജോർജ്. പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ്. പേടിയാവുന്നു. നിനക്ക് പേടിയുണ്ടോ സ്റ്റുവർട്ട്? സമ്മതിച്ചു ജോർജ്, എനിക്കും ഇപ്പൊ പേടിയായി തുടങ്ങി. പക്ഷെ പ്രേതമൊന്നുമല്ല. പേടിച്ച് വിറച്ചെന്റെ മുടിയെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന നീ കാണുന്നില്ലേ? നിന്റെ കണ്ണിലെന്താ? അച്ഛനോട് അമ്മയോടും പോയി പറയാം. ഇവിടെ പ്രേതം ഉണ്ടെന്ന് അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്കിൾ ഫ്രഞ്ചോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അയ്യോ, ആരോ നടക്കുന്ന ശബ്ദം പോലെ ഉണ്ടല്ലോ. ഇനി മഴ പെയ്യുന്ന ശബ്ദമോ മറ്റോ ആണോ? മഴ പെയ്യുന്ന ശബ്ദം മനുഷ്യർ നടക്കുന്നത് പോലെയാണോടാ? ചില സമയങ്ങളിൽ ഷൂവിന്റെ ശബ്ദം ഇങ്ങനെയാണ്. എന്തിനാ രണ്ടുപേരും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? രണ്ടുപേരേ ഉള്ളൂ എന്ന് വിചാരിച്ചു. സ്നോബൽ, നീയും ഉണ്ടോ? എന്നെ ഇവര് വിട്ടാലല്ലേ എന്റെ മുഖത്തിങ്ങനെ ലൈറ്റ് അടിക്കല്ലേ കണ്ണു പൊളിക്കുന്നു. ഒരു സമാധാനവും ഇല്ല എനിക്ക്. 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നറിയോ? നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രേതം വന്നിരിക്കുന്നാണോ വിചാരിച്ചത്? അതൊന്നും അല്ല മോനെ, ഇരുട്ടിൽ നിങ്ങൾ പേടിക്കാതിരിക്കാൻ ടോർച്ച് ലൈറ്റും കൊണ്ട് വന്നതാ ഞാൻ. അതുപോലെ പ്രേതത്തിന്റെ കാര്യം സത്യമാണെങ്കിലോ?
ഞങ്ങൾക്കതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ അങ്കിൾ ക്രഞ്ചോയുടെ പേരാ. ആരോ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. പക്ഷെ ഇതിനൊരു വിശദീകരണം ഉണ്ടാകും. ക്രഞ്ചോ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാമല്ലോ. ഒരുപക്ഷെ അങ്കിള് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും. അങ്കിളിന് പ്രേതം അങ്ങനെ പിടിച്ചിട്ടുണ്ടാവോ? ആദ്യം പ്രേതം എന്നൊരു കാര്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. പിന്നെ ക്രഞ്ചോ എന്തെങ്കിലും കറക്റ്റ് സമയത്ത് വന്നതായി അറിയാമോ? ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, പേടിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന്. ആദ്യം നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, എന്നിട്ട് ധൈര്യമായിട്ടിരിക്കൂ. ആരത്? അല്ല മാത്ത, നീയാണോ? ഞങ്ങള് പേടിച്ചുപോയി. അതിശയം തന്നെ, ഇവള് നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയല്ലോ. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ്. ആ റൂമിൽ ഞങ്ങൾ തനിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് വല്ലാതെ പേടിയായി. അതുകൊണ്ടാ. ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ പേടിച്ചു പോയി. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവർക്ക് ഏതെങ്കിലും കഥ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. അച്ഛൻ വന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മളിത് പ്രേതവാസിയുള്ള വീടാന്ന് വിചാരിച്ചു പോയേനെ. നമ്മൾ അപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ പേടിച്ചു പോയേനല്ലേ? ജോർജ്, അത് കണ്ടാ എന്താ പോന്നേന്ന്? ആരോ അതാ പോകുന്നു. മാത്രമല്ല, അമ്മയുടെ റൂമിലേക്കാ പോകുന്നത്. അമ്മ, അച്ഛൻ സ്നോബലും കൂടെ ഉണ്ടല്ലോ. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റുവർട്ട്? നമുക്ക് എങ്ങനെയെങ്കിലും ഒരേ പ്രേതത്തിൽ നിന്ന് രക്ഷിക്കണം. ഇനി 5 മിനിറ്റോടെ കഴിഞ്ഞാൽ ക്രഞ്ച് അയാളുടെ പഴയ ലേറ്റ് റെക്കോർഡർ ബ്രേക്ക് ചെയ്യും. സത്യമാണ്. ആ റെക്കോർഡും കൊണ്ട് വന്നിരിക്കുകയാണോ ഇനി? ഹലോ, ഞാൻ മിസ്സിസ് വില്യം ഡി ക്രൂസ് ആണ്. എനിക്കൊന്ന് അകത്തേക്ക് വരാമല്ലോ അല്ലേ? ഈ വിളക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. ഓ, നിങ്ങൾക്ക് വളരെ നല്ല മനസ്സാണല്ലോ. പകല് മുഴുവൻ നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ? ഇതാ, ഇത് നിങ്ങൾ കഴിച്ചോളൂ. അവരൊന്നും ചെയ്യരുത്. ഇത് മിസ്സസ് വില്യം ഡി ക്രൂസ് ആണ്, നമ്മുടെ ഹൗസ് കീപ്പറുടെ വൈഫ്. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് മാഡം. വച്ച് നോക്കിക്കൊണ്ടിരിക്കല്ലേ, ഞാൻ കഴിച്ചോളാം. സോറി, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ. ഓ സോറി, അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം. സാരമില്ല, അതൊക്കെ മറന്നേക്കോ കുട്ടികളെ. ഇതെല്ലാം താഴെ വീണല്ലോ. ഓ സാരമില്ല, നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് മക്കളെ. അതുപോലെ നിങ്ങൾ ഞങ്ങളെയും വിശ്വസിക്കണം. പ്രേതം എന്നൊരു സംഭവം ഈ ലോകത്തിൽ ഇല്ലേ ഇല്ല. അത് മാത്രമാണോ? നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി സ്നോബലും ഇല്ലേ ഇവിടെ? എന്റെ ധൈര്യം എനിക്കല്ലേ അറിയാവൂ. നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ. കാലത്തെ എണീച്ചു നോക്കുമ്പോ ക്രഞ്ചോ ഇവിടെ ഉണ്ടാകും. പോരെ? പ്രേതം വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കരുത്, കേട്ടോ? ജോർജേ, നീ ഉറങ്ങിയായിരുന്നോ? പ്രേതമില്ല എന്നൊക്കെ പറയുന്നു, പക്ഷെ അങ്കിൾ ക്രഞ്ചോയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ. അങ്കിളിന്റെ പേര് രജിസ്റ്റർ ബുക്കിൽ നിന്ന് വെട്ടിയത് ആരായിരിക്കും? അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ സത്യം എന്താണെന്നറിയാതെ ഞാൻ ഉറങ്ങുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ എന്നെ വിട്ടിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഐക്യമത്യം മഹാബലം. നമുക്ക് ഒരുമിച്ച് പോകാം. എന്താ? ഞാനും വരുന്നു. എന്റെ ഈശ്വര, ഫോട്ടോയിൽ കാണുമ്പോ ഇങ്ങനെ, അപ്പൊ നേരിട്ട് കാണുമ്പോ എങ്ങനെയായിരിക്കും ദേഹം? അപ്പൊ അങ്കിൾ ക്രഞ്ചോ ഇവിടെ തന്നെ ഉണ്ടെന്നാണോ ഇവിടെ പറയുന്നത്? ഏതെങ്കിലും ഒരു റൂമിൽ രഹസ്യമായിട്ട് താമസിക്കുകയായിരിക്കും. അതിനു പറ്റിയ വല്ല റൂം ഇവിടെ തന്നെ കാണുമായിരിക്കും. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തതായിരിക്കും. സംഭവിച്ചിരിക്കോ? അത് ശരി. ജോർജ്, നമ്മൾ ഒരിടവും വിടാതെ എല്ലായിടവും സെർച്ച് ചെയ്തു. പക്ഷെ ഒരിടത്തും അങ്കിൾ ക്രഞ്ചോയെ കണ്ടില്ല. അങ്കിൾ ഇവിടെ ഇല്ല എന്നുള്ളത് നേരായിരിക്കാം. പക്ഷെ ഇനി വെളിയിൽ എവിടെയെങ്കിലും ഉണ്ടാവോ? എന്താ വെളിയിൽ പോകുന്നോ? മഴ പെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ല. ഇനി അങ്കിൾ ഈ വലിയ മഴയത്തെങ്ങാനും ഒലിച്ചു പോയി കാണുവോ?
കാരണം അത്രയ്ക്ക് ഭയങ്കര മഴയാണേ പെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അങ്ങനെ ചിന്തിക്കുന്നു, പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. അങ്കിളിന്റെ ഏറ്റവും വലിയ ഹോബിയല്ലേ മീൻ പിടുത്തം. ഇനി അതിന് വല്ലതും പോയതാണോ? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയാതെ മീൻ പിടിക്കാൻ പോകുന്നു പോലും. അങ്കിളെ, അങ്കിൾ ക്രഞ്ചോ, അങ്കിളെ, അങ്കിൾ. അയ്യോ, ഇന്നാരെയാണോ ഞാൻ കണിയേണ്ടത്? വിശന്നിട്ട് വയ്യ. എന്നെ പറഞ്ഞാ മതിയല്ലോ. ഹോ, ഇവിടൊന്നും കാണുന്നില്ലല്ലോ ജോർജ്. നീ നമുക്ക് വഴിയെങ്ങാനും തെറ്റിയിട്ടുണ്ടാവോ? അപ്പോ ഇത് നീ പറഞ്ഞ സ്ഥലമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരിക്കും സ്റ്റുവേർട്ട്. നീ പറഞ്ഞത് കറക്റ്റാ ജോർജ്. നമുക്ക് വഴി തെറ്റിയതാണെന്നാ തോന്നുന്നത്. അയ്യോ, വേഗം ഓട് സ്റ്റോപ്പിലെ. അയ്യോ, സത്യമാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ജോർജ്, പ്രേതം എന്ന ഒന്ന് ഇല്ലേ ഇല്ല എന്ന്. പിന്നെ നീ നിങ്ങളായിരുന്നോ? എല്ലാവരും എന്താ പ്രേതത്തിനെ കണ്ട പോലെ നിലവിളിക്കുന്നത്? നിങ്ങൾ ഈ കാപ്പി കുടിക്കൂ. ഓ, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. കാപ്പി വേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീയും കുടിച്ചോ? ഞങ്ങള് വെളിയിൽ പോയി നോക്കിയപ്പോ ഇവിടെ തടാകമോ പൂന്തോട്ടമോ ഒന്നും കണ്ടില്ലല്ലോ. അപ്പം നമുക്ക് വഴിതെറ്റി പോയത് തന്നെ ആയിരുന്നു അല്ലേ? എനിക്കാണ് വഴിതെറ്റി പോയെന്ന് വേണം പറയാൻ. പേപ്പറിൽ എഴുതി തന്ന അഡ്രസ്സ് ഞാനങ്ങ് മറന്നുപോയി. വേറെ എവിടെയാണ് ഞാൻ ചെന്നെത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് വഴിതെറ്റിപ്പോയി ഇവിടെയാണ് എത്തേണ്ടതെന്ന്. അവിടെ നിന്ന് ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നാണ് ശരിയായി ഈ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചത്. നന്നായിട്ട് വഴി അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ? എങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ? എന്തായാലും എന്റെ ഭാര്യ പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ മതിയായിരുന്നു. എന്തായാലും അവസാനം ഞാൻ ശരിക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചല്ലോ. അത് പോട്ടെ, ഇവിടുത്തെ പഴയ ഹൗസ് ഓണറിന്റെ പ്രേതത്തിന്റെ കാര്യം എന്തായി? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ തന്നെയാണ് ശരി. വെറുതെ നിങ്ങളെ പറ്റിക്കാൻ ഞാൻ പറഞ്ഞൊരു നുണക്കഥയല്ലേ അത്. 40 വർഷമായി ഞാൻ ഇവിടെ കഴിയുകയാണ്. ഞാൻ ആകെപ്പാടെ പേടിച്ചിട്ടുള്ളത് എന്റെ മുഖം കണ്ണാടിയിൽ കാണുമ്പോഴാണ്. ഇന്നലെ ഒരു അല്പം പോലും ഉറങ്ങിയിട്ടില്ല. എല്ലാരും വരും, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അങ്ങനെ അവസാനം പ്രേതം ക്രഞ്ചോ അങ്കിളായിട്ട് മാറി. അപ്പൊ പ്രേതമില്ലാന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇപ്പൊ എല്ലാരും പോയി കിടന്നുറങ്ങൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. നമുക്ക് നാളെ തന്നെ പോകണ്ട അച്ഛാ. ഈ വെക്കേഷൻ മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിക്കാം. പ്ലീസ് അമ്മേ, ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. നിങ്ങളുടെ ഇഷ്ടം. ശരി ശരി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്ക് സത്യം ചെയ്തു ഇനി തരണം. ഇങ്ങനെയുള്ള പ്രേത കഥകളൊന്നും വിശ്വസിക്കില്ല എന്ന്. എന്താ മനസ്സിലായോ? ഞങ്ങൾ പ്രോമിസ് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. കൊള്ളാലോ, നമ്മുടെ മാർത്ത കൂടി പേടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ പ്രേതം എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? സാധാരണ എനിക്കും ജോർജിനും ഇമാജിനേഷൻ കൂടുതലാണ്. ഒരു കണക്കിനത് നല്ല കാര്യമാണ്. നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ, നേരിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ. ചുരുക്കി പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്നർത്ഥം.